ഒരു ഗ്ലാസ് വാറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണ് വേണ്ടാന്ന് പറയുന്നത്? ആരും തന്നെ വേണ്ടാന്ന് പറയില്ല. കാരണം നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കിയ വാറ്റാണെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ വാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു രൂപം വരുന്നത് പണ്ട് ആൾക്കാർ ഇത് ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് 3-4 മൺകലങ്ങൾ കൂട്ടി വെച്ച ശേഷം തീ കൊളുത്തി അതിൻ്റെ കുറേ പ്രൊസീജിയർ രീതി കൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ എല്ലാവർക്കും തന്നെ അറിയാം. എന്തായാലും ഇങ്ങനെയുള്ള ആ രീതി പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു വാറ്റ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു സാധനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, അതൊരു പ്രഷർ കുക്കർ എന്ന് പറയും. സാധാരണ കുക്കർ തന്നെയാണത്. അതിൻ്റെ അകത്ത് ഒരല്പം സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഇത് 15 ലിറ്റർ ഒരേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കറാണ്. ഇത് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പ്രഷർ കുക്കർ പോലെ തന്നെ ഇതുപോലെ സാധാരണ ഒരു കുക്കറിൻ്റെ ഉൾവശം പോലെ തന്നെ. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് ഇത് അടയ്ക്കുന്നത്. ഇതിവിടെ ഒരു പ്രഷർ നമ്മൾ കാണുന്ന സാധനം, അതായത് സാധാരണ നമ്മൾ പ്രഷർ കുക്കറിലുള്ള ഒരു വാൽവും പ്രഷറിൻ്റെ അളവ് കാണിക്കുന്ന ഒരു സ്കെയിലും. പിന്നെയുള്ളത് ഈ ഒരു പൈപ്പാണ് ഇതുപോലെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ എഡ്ജിൽ കൂടെയാണ് നമുക്ക് പ്യൂറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വാറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് രീതി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വാഷ് ഒഴിച്ച ശേഷം നമ്മൾ മീഡിയം ഹീറ്റിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഇതുപോലെ ക്ലോസ് ചെയ്ത ശേഷം മീഡിയം ഹീറ്റ് ഇടുക. മീഡിയം ഹീറ്റ് ഇട്ട് കഴിയുമ്പോൾ സാവധാനം തന്നെ നമ്മുടെ വെള്ളം, അതായത് നമ്മൾ ഇട്ടേക്കുന്ന വാഷ് ചൂടാവും. ചൂടായി കഴിഞ്ഞ് അത് നീരാവിയായി മാറും. ഓക്കെ, നീരാവിയായി മാറി ഈ ഒരു പൈപ്പിലൂടെ വരും. ഈ പൈപ്പിലൂടെ വന്ന ശേഷം ഈ ഒരു വലിയ പൈപ്പിൻ്റെ അകത്ത് ചെമ്പ് കോയിലുണ്ട്. ഈ കോയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വരുന്ന നീരാവി ഈ കോയിലിലൂടെ ചൂടായിട്ടാണ് വരുന്നത്. ഈ കോയിൽ ഇതെത്തുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓസ് കാണാം. ഈ ഒരു ഓസ്, ഈ ഓസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തണുത്ത വെള്ളം വരുന്ന പൈപ്പിൽ കണക്ട് ചെയ്യും. തണുത്ത വെള്ളം ഇതിലേക്ക് കയറി വരും. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ നീരാവി ഇതിൽ കടന്നു വരുന്നത്, അതായത് ഇതിൻ്റെ അകത്തുള്ള കോയിലിൻ്റെ അകത്ത്. അപ്പോൾ ഒരേ സമയം തണുത്ത വെള്ളം വരുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ നീരാവി പ്യൂറായിട്ട് വെള്ളമായി മാറും. വെള്ളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാറ്റായി മാറും. ആ വാറ്റാണ് ഇവിടെയുള്ള ഈ പൈപ്പിൽ കൂടെ നമ്മളൊരു കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഇറ്റിറ്റായിട്ട് സാവധാനം കുപ്പിയിലേക്ക് വന്നു വീഴും. അതുപോലെ തന്നെ ഈ പൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ കളയാൻ വേണ്ടിയുള്ള പൈപ്പാണ്. അപ്പോൾ ഇത്രയും സംവിധാനം മാത്രമേ ഉള്ളൂ ഈ വാച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു കുക്കറിന്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പ്യൂറായിട്ട് നമുക്കുള്ള ഒരു മായവും ചേർക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ കുക്കറിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിസ്കിയോ ബ്രാൻഡിയോ റമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മദ്യങ്ങളും ഉണ്ടാക്കുന്നത് സാധാരണ ഡിസ്റ്റിലറിയിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ കുക്കറിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്കിയ അല്ലെങ്കിൽ റമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനുവേണ്ടിയുള്ള സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു രീതി കൂടി തന്നെയാണ്. ഇത് ചെറിയൊരു കുക്കറാണ് എന്ന് മാത്രം. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഒരു ഫാക്ടറി അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് മാത്രം. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റഷ്യൻ വോഡ്ക ക്രിസ്മസിൻ്റെ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എന്താണെങ്കിലും അതെല്ലാവരും കാണുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ പ്രഷർ കുക്കർ? നമ്മുടെ 1-2 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓൺലൈനിലായിട്ട് ഈ പ്രഷർ കുക്കർ മേടിക്കാൻ സാധിക്കും. അതിനുശേഷം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ അടിപൊളിയായിട്ടുള്ള ഒരു വാച്ച് ഉണ്ടാക്കിയെടുക്കാം. എന്താണെങ്കിലും ഈ വരുന്ന ക്രിസ്മസിന് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള റഷ്യൻ വോഡ്ക ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നൊരു എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ക്രിസ്മസ് സമ്മാനമായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.